ഫൈൻ ബിൽഡേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് തിരുവനന്തപുരം മലയൻകീഴ് ജംഗ്ഷനിൽ നിന്ന് 2 കിലോമീറ്റർ മാത്രം മാറി മച്ചേൽ ജംഗ്ഷന് സമീപമായി മെയിൻ റോഡിൽ നിന്ന് 50 മീറ്റർ മാറിയിട്ട് 8ഓളം വീടുകളുള്ള ഒരു വില്ല കമ്മ്യൂണിറ്റിയിലാണ്. ഇവിടെ 4.1 സെന്റിൽ 3 ബെഡ്റൂമുകളുള്ള 1600 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് വിൽപ്പനയ്ക്കായി വന്നിട്ടുണ്ട്. വീടിന് ചോദിക്കുന്ന വില 59 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. നമുക്കിനി വീടിന്റെ കാഴ്ചകൾ കണ്ടുവരാം. GI സ്ക്വയർ ട്യൂബിൽ ബ്ലാക്ക് കളർ നൽകിയിട്ടാണ് ഇവിടുത്തെ ഗേറ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് ഒരു CNC കട്ടിംഗ് നൽകിയിട്ടുണ്ട്. വുഡൻ പാറ്റേൺ ആണ് നൽകിയിരിക്കുന്നത്. നമുക്ക് ഒരു സൈഡിലേക്ക് സ്ലൈഡ് ചെയ്യാനോ അതുപോലെ ഒരു വിക്കറ്റ് ഗേറ്റും ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. കോമ്പൗണ്ടിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്ക് ചെറിയൊരു ഗാർഡൻ ഏരിയ ഈ സൈഡിലായിട്ട് നൽകിയിട്ടുണ്ട്. മുറ്റം മുഴുവനും നമുക്ക് ഇന്റർലോക്കാണ് നൽകിയിരിക്കുന്നത്. 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ ലഭ്യമാണ്. നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയും നമുക്കൊരു ഗാർഡൻ ഏരിയ നൽകിയിട്ടുണ്ട്. നമുക്കിവിടെ പ്രൈമറി വാട്ടർ സോഴ്സ് ആയിട്ട് വരുന്നത് കിണറാണ് വരുന്നത്. അതുപോലെ നമുക്ക് വാട്ടർ കണക്ഷൻ അവൈലബിൾ ആണ്. കിണറിന്റെ വശത്തായിട്ട് നമുക്ക് ഒരുപാട് സ്ഥലം അവൈലബിൾ ആണ്. നമുക്ക് ഇനി ഇവിടെ വരുമ്പോഴേക്കും ഇവിടെ നമുക്ക് ഒരു ഗ്രേ കളറിലുള്ള ഒരു ഡിസൈൻ നൽകിയിട്ടുണ്ട്. അതുപോലെ മുകളിലും നൽകിയിട്ടുണ്ട്. ഒരു ബോക്സ് ടൈപ്പ് കണ്ടംപററി സ്റ്റൈലിലാണ് വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. നമുക്കിനി സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് സ്റ്റെപ്പിന് ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിന്റെ ഉള്ളിൽ 4x2 വെട്രിഫൈഡ് ടെയിലുമാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ നമുക്കിവിടെ ക്ലാഡിംഗ് വർക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയൊരു വിൻഡോ നമുക്കിവിടെ സിറ്റ് ഔട്ടിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ പ്രൊഫൈൽ ലൈറ്റും ഫാൻസി ലൈറ്റും ഒക്കെ നൽകിയിട്ടുണ്ട്. നമുക്കിനി മെയിൻ ഡോർ വരുന്നത് പ്ലാവിലാണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി വീടിന്റെ ഉള്ളിലെ കാഴ്ചകൾ കണ്ടുവരാം. വീടിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ 4x2 വെട്രിഫൈഡ് ടെയിലാണ് നൽകിയിരിക്കുന്നത്. 14x12 ആണ് ലിവിങ്ങിന്റെ സൈസ് വരുന്നത്. നമുക്ക് ഇവിടെ ആയിട്ട് ഒരു 3 പാളി വിൻഡോ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മുഴുവനായിട്ട് നമുക്ക് സീലിംഗ് വർക്കും ഫോക്കസ് ലൈറ്റ് ഒക്കെ നൽകിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ആയിട്ടാണ് നമുക്ക് വിശാലമായിട്ടുള്ള ഒരു TV യൂണിറ്റ് നൽകിയിരിക്കുന്നത്. ലാമിനേഷൻ ബോർഡിലാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് മുകളിലും താഴെയൊക്കെ നമുക്ക് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ WPCയുടെ ഒരു പാനലിംഗ് നമുക്ക് പുറകിലായിട്ട് നൽകിയിട്ടുണ്ട്. നമുക്കിനി ലിവിങ്ങിനോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ്ങിന്റെ സ്ഥാനം വരുന്നത്. 15x12 ആണ് ഡൈനിങ്ങിന്റെ സ്പേസ് വരുന്നത്. ഇവിടെ ആയിട്ട് നമുക്കൊരു 4 പാളി വിൻഡോ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സീലിംഗും ഫോക്കസ് ലൈറ്റും ഒക്കെ നൽകിയിട്ടുണ്ട്. നമുക്കിവിടെ സ്റ്റെയറിന്റെ അടിയിലായിട്ടാണ് ഒരു സ്റ്റോറേജ് വരുന്നത്. ഇൻവെർട്ടറിന്റെ സ്ഥാനം അവിടെയാണ് നൽകിയിട്ടുള്ളത്. അതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു സ്റ്റഡി ടേബിളും അതിന്റെ ഒരു സ്റ്റഡി യൂണിറ്റ് ആയിട്ട് നൽകിയിട്ടുണ്ട്. നമുക്കിനി ഇവിടുത്തെ ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് ഒക്കെ വരുന്നത് സ്വിച്ചസ് എല്ലാം വരുന്നത് ആങ്കറിന്റെ ആണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ MCB LCB ഒക്കെ വരുന്നത് വിഗാർഡിന്റെ ആണ്. നമുക്കിനി കിച്ചന്റെ കാഴ്ചകൾ കണ്ടുവരാം. ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെ നമുക്കിവിടെ ഒരു ഓപ്പൺ മോഡുലർ കിച്ചനാണ് നൽകിയിരിക്കുന്നത്. കിച്ചണിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്കിവിടെ ലൈറ്റിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഫാൻസി ലൈറ്റ് നൽകിയിട്ടുണ്ട്. നമുക്കിവിടെ ഒരു പാർട്ടീഷനും നൽകിയിട്ടുണ്ട്. കിച്ചണിലോട്ട് കയറുന്നതിന്റെ സൈഡിലായിട്ടാണ് നമുക്ക് ഇവിടുത്തെ വാഷിംഗ് യൂണിറ്റ് വരുന്നത്. സെറയാണ് നമ്മുടെ ഫിറ്റിംഗ്സ് വരുന്നത്. ടേബിൾ ടോപ്പാണ് നൽകിയിരിക്കുന്നത്. താഴേക്ക് നമുക്ക് സ്റ്റോറേജ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈറ്റ് ചേഞ്ച് വരുന്ന മിറർ നൽകിയിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമുക്കൊരു പ്രൊഫൈൽ ലൈറ്റ് നൽകിയിട്ടുണ്ട്. നമുക്കിനി കിച്ചന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ 4x2 ആന്റി സ്കിഡിംഗ് ടെയിലാണ് ഫ്ലോറിന് നൽകിയിരിക്കുന്നത്. നമുക്ക് കിച്ചൺ ടോപ്പ് വരുന്നത് നാനോ വൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ സിങ്കൊക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് മുഴുവനായിട്ട് സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. നമുക്ക് ലാമിനേഷൻ ബോർഡിൽ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെയും നമുക്ക് സീലിംഗ് വർക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് ഈ ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിന്റെ സ്ഥാനം വരുന്നത്. നമുക്കിനി ബെഡ്റൂമിലെ കാഴ്ചകൾ കണ്ടുവരാം. നേരത്തെ പറഞ്ഞതുപോലെ ഈ വീട്ടിൽ 3 ബെഡ്റൂമുകളാണ് ഉള്ളത്. അതിൽ ഒരെണ്ണം താഴെയും ബാക്കി 2 മുകളിലത്തെ നിലയിലുമാണ്. ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടുത്തെ മെയിൻ ഡോർ ഒഴിച്ച് ബാക്കി എല്ലാ തടികളും വരുന്നത് ആഞ്ഞിലിയും മഹാഗണിയുമാണ്. ഇവിടെ റൂമിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടുത്തെ സൈസ് വരുന്നത് 13x11 ആണ്. 4x2 വെട്രിഫൈഡ് ടെയിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് 2 വാളിൽ നമുക്ക് 2 വിൻഡോ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മുഴുവനായിട്ട് നമുക്ക് ഫോൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇവിടുത്തെ വാർഡ്രോബിലേക്ക് വരുമ്പോൾ നമുക്ക് ലാമിനേഷൻ ബോർഡിൽ ചെയ്ത വലിയൊരു വാർഡ്രോബാണ് നൽകിയിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു മേക്കപ്പ് സ്റ്റാൻഡും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ ബെഡ്റൂമിലെ വാഷ്റൂമിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഫിറ്റിംഗ്സ് മുഴുവനായിട്ട് വരുന്നത് സെറയാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഹീറ്ററിന്റെ ഒരു പോയിന്റ് നൽകിയിട്ടുണ്ട്. 4x2 ആന്റി സ്കിഡിംഗ് ടെയിലാണ് നമുക്ക് ഫ്ലോറിന് നൽകിയിരിക്കുന്നത്. ഇതേ രീതിയിൽ വേറെ കളർ പാറ്റേണിലാണ് ഈ വീട്ടിലെ മുഴുവൻ വാഷ്റൂമുകളും ചെയ്തിരിക്കുന്നത്. നമുക്കിനി അപ്സ്റ്റെയറിലെ കാഴ്ചകൾ കണ്ടുവരാം. അപ്സ്റ്റെയറിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഹാൻഡ് റെയിൽ നൽകിയിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെപ്പിന് നമുക്ക് ഗ്രാനൈറ്റും അതിന്റെ ഹൈറ്റിന് ടെയിലുമാണ് നൽകിയിരിക്കുന്നത്. നമ്മൾ സ്റ്റെപ്പ് കയറി വരുമ്പോൾ നമുക്ക് ഇവിടെ ആയിട്ടൊരു 4 പാളിയുള്ള ഒരു പർഗോള നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ മെയിൻ തട്ടിലും നമുക്ക് പർഗോള നൽകിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫസ്റ്റ് ലാൻഡിങ് വരുന്നിടത്ത് ഒരു 2 പാളി വിൻഡോ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ചകൾ കണ്ടുവരാം. ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ടാണ് നമുക്ക് റൂഫ് ടോപ്പിലേക്ക് പോകാനുള്ള ഡോറ് നൽകിയിരിക്കുന്നത്. ഇവിടെയും നമുക്ക് മുഴുവനായിട്ട് ഫോൾ സീലിംഗ് വർക്കും പ്രൊഫൈൽ ലൈറ്റ് ഒക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെയും നമുക്ക് 4x2 വെട്രിഫൈഡ് ടെയിൽ തന്നെയാണ് ഫ്ലോറിന് നൽകിയിട്ടുള്ളത്.
ഇവിടെ ആയിട്ടാണ് നമുക്ക് വലിയൊരു TV യൂണിറ്റ് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത്. അതിൽ നമുക്ക് ടെക്സ്ചർ വർക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസ് കാണാം. അതിന്റെ വശത്തായിട്ട് വലിയൊരു വിൻഡോ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഇവിടെ ബെഡ്റൂമിന്റെ സൈഡിലായിട്ടാണ് നമുക്കിവിടെ വാഷിംഗ് മെഷീന്റെ ഒരു പ്രൊവിഷൻ നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് V-Guardന്റെ DB ബോക്സ് ഇവിടെ ഫസ്റ്റ് ഫ്ലോറിനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് നൽകിയിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ 14x13 ഈ ബെഡ്റൂമിന്റെ സൈസ് വരുന്നത്. 4x2 വെട്രിഫൈഡ് ടൈൽ തന്നെയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഈ രണ്ട് വാളിൽ നമുക്ക് രണ്ട് വിൻഡോ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു 3 വാളികളുള്ള ഒരു വാർഡ്രോബ് നൽകിയിട്ടുണ്ട്. ലാമിനേഷൻ ബോർഡിലാണ് ചെയ്തിട്ടുള്ളത്. അതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു മേക്കപ്പ് യൂണിറ്റും കൂടെ നൽകിയിട്ടുണ്ട്. നമുക്ക് ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് വാഷ്റൂം അവൈലബിൾ ആണ്. നമുക്കിനി രണ്ടാമത്തെ ബെഡ്റൂമിലെ കാഴ്ചകളുണ്ട് വരും. ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ 13x12 ഈ ബെഡ്റൂമിന്റെ സൈസ് വരുന്നത്. നമുക്ക് ഇവിടെയും രണ്ട് വാളും രണ്ട് വിൻഡോ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ AC പോയിന്റ് അവൈലബിൾ ആണ്. ഇവിടെയും നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള സീലിംഗ് വർക്ക് നൽകിയിട്ടുണ്ട്. ഇവിടെയും നമുക്ക് ലാമിനേഷൻ ബോർഡിലുള്ള വലിയൊരു വാർഡ്രോബ് നൽകിയിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ ഒരു മേക്കപ്പ് സ്റ്റാൻഡ് നൽകിയിട്ടുണ്ട്. ഈ ബെഡ്റൂമും നമുക്ക് വാഷ്റൂം അറ്റാച്ച്ഡ് ആണ്. നമുക്കിനി ബാൽക്കണിയിലെ കാഴ്ചകൾ കണ്ടുവരും. ഇനി ഇവിടുത്തെ ബാൽക്കണിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെയും 4x2 വെട്രിഫൈഡ് ടൈൽ തന്നെയാണ് ഫ്ലോറിന് നൽകിയിട്ടുള്ളത്. അതുപോലെ നമുക്കിവിടെ വാളില് ക്ലാഡിംഗ് വർക്ക് നൽകിയിട്ടുണ്ട്. ഇവിടെ വലിയൊരു വിൻഡോ നൽകിയിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ ഹാൻഡ് റെയിൽ വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അതിൽ ടഫൻ ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത്. അതുപോലെ നമുക്കിവിടെ പ്രൊഫൈൽ ലൈറ്റും ഫാൻസി ലൈറ്റൊക്കെ നൽകിയിട്ടുണ്ട്. നമുക്കിനി റൂഫ് ടോപ്പിലെ കാഴ്ചകളുണ്ട്. റൂഫ് ടോപ്പിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ മുഴുവനായിട്ട് വാട്ടർ പ്രൂഫിംഗ് നൽകിയിട്ടുണ്ട്. നമുക്കിവിടെ 1000ന്റെ ഒരു ടാങ്കാണ് നൽകിയിരിക്കുന്നത്. കേളാചന്ദ്ര എന്ന ബ്രാൻഡാണ് നൽകിയിട്ടുള്ളത്. വീടിന്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടെ പറയാം. 4.1 സെന്റ് സ്ഥലത്തിൽ 1600 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകൾ ഉൾപ്പെടുത്തി നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ചോദിക്കുന്ന വില 59 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. ഈ വീടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും സൈറ്റ് വിസിറ്റ് ചെയ്യുന്നതിനുമായി വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇതുപോലുള്ള പുതിയ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായി കാണാം. താങ്ക്